നിങ്ങളുടെ വാഹനം വിൽക്കുകയാണെങ്കിലോ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രാബല്യത്തിൽ വന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. തടസ്സങ്ങളില്ലാത്ത ടോളിംഗ് സംവിധാനത്തിലേക്കുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ വാഹന സംബന്ധമായ സേവനങ്ങൾ സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വാഹന ടോൾ പ്ലാസകളിലെ അടയ്ക്കാത്ത എല്ലാ യൂസർ ഫീസും തീർപ്പാക്കിയതായി ഉടമകൾ ഉറപ്പാക്കണമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഭേദഗതി വരുത്തിയ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 2026 വിജ്ഞാപനത്തിൽ പറയുന്നു. ഇനി മുതൽ അടയ്ക്കാത്ത ഏതെങ്കിലും ടോൾ കുടിശ്ശിക, വാഹന കൈമാറ്റം, NOC നൽകൽ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ, വാണിജ്യ വാഹനങ്ങളുടെ പെർമിറ്റുകൾ എന്നിവ തടസ്സപ്പെടുത്തും. 2026 രാജ്യത്തുടനീളമുള്ള ദേശീയ ഹൈവേകളിൽ തടസ്സങ്ങളില്ലാതെ ടോളിംഗ് നടപ്പാക്കുന്നത് ഒരു പ്രധാന മുൻഗണനയായിരിക്കുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെ പറഞ്ഞിരുന്നു. ടോൾ പിരിവിനുള്ള ഈ പുതിയ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അനലിറ്റിക്സ് ഉള്ള ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ഉൾപ്പെടെയുള്ള സംയോജിത സാങ്കേതിക വിദ്യകളും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനവും ഉപയോഗിച്ച് തടസ്സങ്ങളില്ലാത്ത ടോളിംഗ് സുഗമമാക്കുന്നു. ഇതിന്റെ കീഴിൽ ടോൾ പ്ലാസകളിൽ നിർത്തേണ്ട ആവശ്യമില്ലാതെ ഉയർന്ന പ്രകടനമുള്ള ANPR ക്യാമറകളും ഫാസ്ടാഗ് റീഡറുകളും വഴി വാഹനങ്ങളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ചാർജ് ഈടാക്കും. നിയമലംഘനം ഉണ്ടായാൽ അവർക്ക് നോട്ടീസ് നൽകും. ഇത് അടയ്ക്കാതിരുന്നാൽ ഫാസ്ടാഗ് സസ്പെൻഡ് ചെയ്യുന്നതിനും മറ്റ് പിഴകൾക്കും കാരണമായേക്കാം. പുതിയ നിയമമനുസരിച്ച് NOC, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ കൈമാറ്റം എന്നിവയ്ക്കുള്ള അപേക്ഷകൾ അംഗീകരിക്കുന്നതിന് മുൻപ് ടോൾ പേയ്മെന്റ് സംബന്ധിച്ച പരിശോധന ഉദ്യോഗസ്ഥർ നടത്തും. വാഹന രജിസ്ട്രേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടോൾ കുടിശ്ശികയുണ്ടെങ്കിൽ ബാക്കി തുക അടയ്ക്കുന്നതുവരെ ഈ അപേക്ഷ നിരസിക്കുകയോ താൽക്കാലികമായി തടഞ്ഞു വെക്കുകയോ ചെയ്യാം. ഒരു വാഹനം വിൽക്കുകയോ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുകയോ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ പ്രക്രിയ നിയന്ത്രിക്കുന്ന അധികാരിയിൽ നിന്ന് നിങ്ങൾക്ക് NOC ആവശ്യമാണ്. പുതിയ നിയമങ്ങൾ നിലവിൽ വന്നതോടെ നിങ്ങൾക്ക് അടയ്ക്കാത്ത ടോൾ കുടിശ്ശികയുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല.